മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹി സാഗർ തന്നോട് ചെയ്ത എല്ലാ ക്രൂരതകളും തെളിവ് സഹിതം തുറന്നടിച്ച് തന്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും മഹിയുടെ വാക്കുകൾ വിശ്വസിക്കാനായിട്ട് ആരും തയ്യാറാവുന്നില്ല. അങ്ങനെ വളരെയധികം നിസ്സഹായാവസ്ഥയിൽ പെട്ടുപോവാണ് കേട്ടോ മഹി ചെയ്യുന്നത്. തുടർന്ന് ലേഖ പറയുന്നുണ്ട്, നിന്നെ ഇവിടെ ഇനി ആർക്കും കാണണ്ട, പ്രത്യേകിച്ച് കണ്ണേട്ടനെ എന്ന് ലേഖ പറയുന്നത് കേട്ട് ദയനീയമായിട്ട് കണ്ണനെ നോക്കുകയാണ് മഹി. തുടർന്ന് കണ്ണനാണെങ്കിലും മഹിയുടെ നേരെ മുഖം തിരിഞ്ഞിരിക്കുകയാണ്. ഇത് കണ്ട് തകർന്ന് തരിപ്പണാവാണ് കേട്ടോ മഹി. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പര വിശ്വാസം ഇല്ലാതായാൽ പിന്നെ ആ ബന്ധം മുന്നോട്ട് പോകുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. ഇവരൊക്കെ പറഞ്ഞതുപോലെ കണ്ണേട്ടന് എന്നെ 100% തന്നെ വിശ്വാസമായിരുന്നു. പക്ഷേ ആ വിശ്വാസത്തിന് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല എന്ന് എന്റെ മനസാക്ഷിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ മഹി. ഇവൻ എന്നോട് മോശമാറി പെരുമാറിയതിന് ശേഷം ഒന്നും കണ്ണേട്ടൻ അറിയരുതെന്നും എന്റെ ജോലി തെറിപ്പിക്കരുതെന്നും പറഞ്ഞ് എന്റെ കാല് പിടിച്ചു. അതുകൊണ്ട് മാത്രമാണ് അവസാന നിമിഷം എനിക്ക് ഇവനോട് ദയ തോന്നിയത് എന്നും തന്റെ നിരപരാധിത്വം തുറന്നു പറയുന്നുണ്ട് കേട്ടോ മഹി. അതുകൊണ്ടാണ് കണ്ണേട്ടനോട് ഞാൻ ഒന്നും തുറന്നു പറയാതിരുന്നത്. പക്ഷെ അതിന് ഇത്ര വലിയൊരു വില കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൊഹി പൊട്ടിക്കരയുമ്പോ ലേഖ പറയുന്നുണ്ട്, നിന്റെ വാക്കുകളൊന്നും ഞങ്ങൾക്ക് ആർക്കും ഇനി ഇവിടെ കേൾക്കണ്ട. ഇന്നത്തോടെ ഈ ദാമ്പത്യം അവസാനിച്ചു എന്ന് നീ കുട്ടിയാ മതി എന്ന് ലേഖ പറയുമ്പോ അത് ശരിയാണ്, ഇനിയും കണ്ണേട്ടന്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. എന്നിട്ട് മഹി പറയുന്നുണ്ട്, കുട്ടിക്കാലം മുതൽ എനിക്ക് അങ്ങനെ ഒരു ശാപമുണ്ട്. ഓർമ്മ വെച്ച നാള് മുതൽ എന്റെ അച്ഛൻ എന്നെ വിട്ടുപോയി. പിന്നെ ഒറ്റപ്പെട്ട ഒരു തുരുത്തിലായിരുന്നു എന്റെ ജീവിതം. എന്തിനും ആശ്രയിക്കാനായിട്ട് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനിടയിലേക്കാണ് ദൈവങ്ങൾ കൊണ്ടെത്തിച്ച പോലെ കണ്ണേട്ടൻ കയറി വന്നത് എന്നെല്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹി പറയുമ്പോ നിന്റെ സിമ്പതിയൊന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട, അതൊന്നും ഇവിടെ വർക്കൗട്ട് ആകാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തു. ഇത് കേൾക്കുന്ന മഹി പറയുന്നുണ്ട്, ഞാൻ എന്ത് പറഞ്ഞിട്ടും ഇനി പ്രയോജനമില്ല, നിങ്ങൾ ആരും അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് കണ്ണേട്ടനെ വിട്ടുപോകാൻ തന്നെ ഞാനും തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശേഷം കണ്ണേട്ടൻ പറഞ്ഞത് ശരിയാണ്, ഒന്നും കൃത്യസമയത്ത് ഞാൻ കണ്ണേട്ടനെ അറിയിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ഒന്നും മനഃപൂർവ്വമല്ല കണ്ണേട്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. എന്നെ തല്ലിയവരോടും വഴക്ക് പറഞ്ഞവരോടൊന്നും ഞാൻ ഇതുവരെ ശത്രുത വച്ചു പുലർത്തില്ല. അതുകൊണ്ട് മാത്രമാണ് എന്നോട് ഇത്രയും ക്രൂരത ചെയ്ത ഇവനോട് ഞാൻ ക്ഷമിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കണ്ണേട്ടനോട് ഒന്നും പറയാതിരുന്നത് എന്ന് മഹി വീണ്ടും കണ്ണന്റെ മുന്നിൽ ചെന്നതുകൊണ്ട് തന്റെ മനസ്സ് തുറന്നാൻ ശ്രമിക്കുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, നിന്റെ പ്രസംഗമൊക്കെ മതിയാക്ക്, ഇനി ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്നുണ്ട് കേട്ടോ മഹിയുടെ നേരെ നോക്കിയിട്ട്. ഇത് കേൾക്കുന്ന മഹി, പോകാൻ തന്നെയാണ് എന്റെ തീരുമാനം, പക്ഷെ അതിനു മുൻപ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് തോമസ് വൈദ്യന്റെ അടുത്തേക്ക് കണ്ണേട്ടൻ ഒരിക്കലും പോവാതിരിക്കരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. ചികിത്സ ഇടയ്ക്ക് വെച്ച് നിർത്തരുതെന്നും കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് കയറി വന്നപ്പോ എന്നും കണ്ണേട്ടനോടൊപ്പം തണലായിട്ട് കൂടെ ഉണ്ടാകുമെന്ന് എന്റെ മനസ്സ് എന്നോട് പറഞ്ഞു. അതിന് പക്ഷെ ഇങ്ങനെ ഒരു അവസാനം ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണന്റെ മുന്നിൽ നിന്ന് നിയന്ത്രണം വിട്ട് കരയാണ് മഹി. കണ്ണേട്ടനുമായി ജീവിതം തുടങ്ങിയതിനു ശേഷം കണ്ണേട്ടന്റെ പോരായ്മകളെ കുറിച്ചോ കണ്ണേട്ടന്റെ വൈകല്യത്തെ കുറിച്ചോ ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒന്നിച്ച് ജീവിച്ചിട്ട് കൊതി തീർന്നിട്ടില്ല എന്നും ഇന്ന് ഈ നിമിഷത്തിനു മുൻപ് കുറെ മണിക്കൂറുകൾക്ക് മുൻപ് വരെ ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യവതിയായിട്ട് ഞാൻ എന്നെ തന്നെ സ്വയം കരുതിയിരുന്നു. അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. രണ്ടാനച്ഛനും കരുണയുടെ മുത്തശ്ശിയൊക്കെ പലപ്പോഴായിട്ട് എന്നെ വേദനിപ്പിച്ചപ്പോഴും ഒരുപാട് തവണ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു ജന്മം തന്നതെന്ന്. അമ്മയുടെ മുഖം ഓർത്തിട്ടാണ് ആത്മഹത്യയെ പോലും കുറിച്ച് ഞാൻ ചിന്തിക്കാതിരുന്നത് എന്നുള്ള മഹിയുടെ വാക്കുകൾ കേട്ട് കണ്ണനും അനന്തവും ലേഖയും ശരിക്കും വല്ലാതാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു പച്ചപ്പ് കണ്ടത് കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണെന്ന് മഹി പറയുമ്പോ ആ പച്ചപ്പല്ലേ നീ ഇപ്പൊ ഇല്ലാതാക്കിയതെന്ന് ചോദിക്കുകയാണ് ലേഖ. ഞാനായിട്ട് ഒരിക്കലും അത് ഇല്ലാതാക്കിയിട്ടില്ല, ഇവന്റെ ചതി എന്താണെന്ന് ഇവന് തന്നെ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് സാഗറിന്റെ നേരെ തിരിയുന്നുണ്ട് കേട്ടോ മഹി ഇതേ സമയം. തുടർന്ന് മഹി കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, എന്നെ ഒഴിവാക്കിയാലും കണ്ണൻ ഒരിക്കലും ഇവനെ കൂടെ കൂട്ടരുത്. ഇവൻ നമ്മുടെ കമ്പനിയിലുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കഥകളൊക്കെ ഇവൻ ഇനിയും ഉണ്ടാക്കും. പലരെയും ഇവൻ ചതിക്കുമെന്ന് സാഗറിന്റെ ചതി വീണ്ടും മഹി അവിടെ തുറന്നടിക്കുമ്പോ അനന്ത് പറയുന്നുണ്ട്, അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. സാഗറിനെ പോലൊരു വിശ്വസ്തൻ, അവനെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നും പറയുന്നുണ്ട് കേട്ടോ അനന്തു. അവനെ ഞങ്ങൾ ഒഴിവാക്കി വിടില്ല, കണ്ണനും അങ്ങനെ ചെയ്യില്ല എന്ന് അനന്ത് പറയുന്നത് കേട്ട് ഇനി എനിക്ക് ഒന്നും പറയാനില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. ശേഷം എവിടെയായിരുന്നാലും കണ്ണേട്ടൻ എന്നും നന്മയുണ്ടാകണം, സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം. വളരെ കുറച്ച് ദിവസം വളരെ സന്തോഷകരമായൊരു ജീവിതമായിരുന്നു എനിക്ക് കണ്ണേട്ടൻ തന്നത്, അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് മഹി കൂട്ടിച്ചേർക്കുന്നുണ്ട്. തുടർന്ന് ഒരു മനുഷ്യന്റെ പോരായ്മയല്ല, രണ്ട് ഹൃദയങ്ങളുടെ പരസ്പരം ഐക്യവും സ്നേഹവുമാണ് അവരെ കൂട്ടി യോജിപ്പിക്കുന്നതെന്ന് ഞാൻ ഈ ദിവസങ്ങളിലൂടെ മനസ്സിലാക്കിയ ദിവസങ്ങളാണ് കടന്നുപോയത്. ശേഷം ലേഖയോടും അനന്തുവിനോടുമായിട്ട് മഹി പറയുന്നുണ്ട്, നിങ്ങളൊക്കെ എന്ത് വേണമെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞു, ഞാനൊരു പിഴച്ചവളാണെന്ന് പറഞ്ഞു, പക്ഷെ എന്റെ നന്മയും എനിക്ക് എന്റെ മനസ്സിൽ കണ്ണേട്ടനോടുള്ള സ്നേഹവും എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തുടർന്ന്
കണ്ണനോടായിട്ട് ഞാൻ പോവാ കണ്ണേട്ടാ, ഈ മോശം പെണ്ണ് കണ്ണേട്ടന്റെ മുൻപിലേക്ക് പരമാവധി വരാതിരിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണന്റെ കാൽക്കല് വീഴാണ് കേട്ടോ മഹി. എന്നിട്ട് കണ്ണന്റെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് കണ്ണന്റെ കാലിൽ തൊട്ട് കണ്ണിൽ വെച്ച് പൊട്ടിക്കരയാണ് കേട്ടോ മഹി. അപ്പൊ ഇത് കാണുന്ന കണ്ണനും അനന്തവും ലേഖയും ഒക്കെ ശരിക്കും വല്ലാതാവുന്നുണ്ട്. അവളെ എങ്ങനെയൊക്കെ ഓമോളിയാക്കുന്നതിന്റെ കുറ്റബോധം എല്ലാവരുടെയും ഉള്ളിലുണ്ട് കേട്ടോ. തുടർന്ന് വളരെയധികം വേദനയോടെ മഹി അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നതും മഹാലക്ഷ്മി അവിടെ നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അനന്തു മഹിയെ വിളിക്കുന്നുണ്ട്. തുടർന്ന് ഇനി എന്തിനാ അനന്തു ഇവിടെ നിൽക്കുന്നതെന്ന് മഹി ചോദിക്കുമ്പോൾ നീ സാഗർ പറഞ്ഞതെല്ലാം മാറ്റി പറഞ്ഞില്ലേ, അപ്പോ യഥാർത്ഥത്തിൽ അവിടെ എന്താ നടന്നതെന്ന് നീ അറിയണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ലേഖ. നിന്റെ തെറ്റെന്താണെന്ന് നിനക്ക് അറിയണ്ടേ, നീ ശരിയായതുകൊണ്ട് ആരുടെ മുന്നിലും തല താഴ്ത്തി നിൽക്കേണ്ട കാര്യം അല്ലെന്നല്ലേ നീ പറഞ്ഞത് എന്നെല്ലാം ലേഖയുടെ വാക്കുകൾ കേട്ട് ഒന്ന് ഭയപ്പെടുന്നുണ്ട് കേട്ടോ സാഗർ. മഹിയാണെങ്കിലും ലേഖ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. ആ പറഞ്ഞതെല്ലാം പൊള്ളയായിട്ടുള്ള വാക്കുകളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, വാ മഹി എന്ന് പറഞ്ഞുകൊണ്ട് ലേഖ മഹിയെയും കൂട്ടി കണ്ണന്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. ഇതേ സമയം അനന്തു സാഗറിനോടായിട്ട് പറയുന്നുണ്ട്, സാഗർ പേടിക്കണ്ട, സാറിന്റെ ഭാഗത്ത് യാതൊരു തെറ്റും ഇല്ലെന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു, ഇനി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വ്യക്തമാവാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ സാഗർ മഹിയൊക്കെ ആണെങ്കിൽ എന്താണ് കാര്യം എന്നറിയാതെ ഇങ്ങനെ ഞെട്ടലോടെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് അനന്തു ലേഖയോടായിട്ട് അതൊന്ന് പ്ലേ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആ വീഡിയോയിലെ കാഴ്ച കണ്ട് സാഗറും മഹിയും എല്ലാം ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കണ്ണനും ഇതേ സമയം നടുങ്ങുന്നുണ്ട്. സാഗർ മഹിയെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചപ്പോ അവൾ അയാളെ കുത്താനായിട്ട് പാഞ്ഞു ചെന്നതെല്ലാം കണ്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ കണ്ണന്. അങ്ങനെ സാഗറിന്റെ ആ ഞെട്ടിക്കുന്ന ചതി തെളിവ് സഹിതം തന്നെ കണ്ണന് ബോധ്യമാവുന്നുണ്ട്. തുടർന്ന് രൂക്ഷമായിട്ട് സാഗറിനെ നോക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. സാഗർ ആണെങ്കിൽ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. മഹിയാണെങ്കിൽ തന്റെ നിരപരാധിത്വം തെളിഞ്ഞല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിൽ നിൽക്കുകയാണ് കേട്ടോ. ശേഷം സാഗറെ നീ പറഞ്ഞതൊന്നും അല്ലല്ലോ ഈ വീഡിയോയിൽ കണ്ടത്, അനന്തു എന്താണ്ടായതെന്ന് കണ്ണൻ ചോദിക്കുന്നുണ്ട് അനന്തുവിനോടായിട്ട്. തുടർന്നു അനന്തു പറയുന്നുണ്ട്, ഇപ്പൊ നമ്മൾ കണ്ടതാണ് ഈ നാടകത്തിന്റെ യഥാർത്ഥ ക്ലൈമാക്സ്, ഈ ബെറ്റിൽ നീ വിജയിച്ചു എന്നും അനന്തു കണ്ണനോടായിട്ട് പറയുന്നുണ്ട്. നീ 100% വിജയിച്ചു കണ്ണ, അത് മനസ്സിലാക്കിയിട്ട് ഇവനെ ഞങ്ങളൊന്ന് പ്രോത്സാഹിപ്പിച്ചു വിട്ടതാണെന്നും അനന്തു പറയുന്നുണ്ട് കേട്ടോ. സാഗറാണെങ്കിൽ താൻ പിടിക്കപ്പെട്ടു എന്നാലോചിച്ച് ശരിക്കും ഭയന്ന് വിറയ്ക്കുന്നുണ്ട്. കണ്ണനാണെങ്കിൽ കാര്യങ്ങളൊന്നും വ്യക്തമാവുന്നില്ല കേട്ടോ. മഹിക്കാണെങ്കിലും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. തുടർന്ന് അനന്തു പറയുന്നുണ്ട്, ഇവൻ എത്രത്തോളം പോകും എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുക്കിയ നാടകമായിരുന്നു ഇത്. അതിനിടയിൽ മഹാലക്ഷ്മിയോട് മോശമായിട്ട് സംസാരിച്ചതിന് അനന്തു മഹിയോട് സോറിയും പറയുന്നുണ്ട് കേട്ടോ. മഹാലക്ഷ്മി യഥാർത്ഥത്തിൽ കുറ്റക്കാരിയാണെന്ന് ഞങ്ങൾക്ക് സംസാരിക്കേണ്ടി വന്നു. അങ്ങനെ സംസാരിക്കാനേ പറ്റുമായിരുന്നുള്ളൂ, എങ്കിൽ മാത്രമല്ലേ ഇവന് ശരിക്കും സംസാരിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അനന്തു സാഗറിന് നേരെ തിരിയുന്നുണ്ട്. ശേഷം മഹിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ലേഖ പറയുന്നുണ്ട്, കണ്ണേട്ടന്റെ മഹി അനന്തുവേട്ടൻ പറഞ്ഞതുപോലെ 100% പരിശുദ്ധയാണ്. ഞങ്ങൾ മഹിയെ കുറിച്ച് സംശയം പറഞ്ഞപ്പോഴും കണ്ണേട്ടൻ ഞങ്ങളോടൊപ്പം നിന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് പന്തയം വെക്കേണ്ടി വന്നു എന്നും ലേഖ കാര്യങ്ങളൊക്കെ മഹിയോട് പറയുന്നുണ്ട്. മഹിയുടെ ഭാഗത്താണ് തെറ്റെന്ന് കണ്ണേട്ടനും മഹിയെ സംശയമുണ്ടെന്ന് ഞങ്ങളും, അതുവരെ ഞങ്ങളുടെ ഈ നാടകത്തിന് വേണ്ടിയിട്ട് സൈലന്റ് ആകാൻ ഞങ്ങളും കണ്ണനോട് പറഞ്ഞു എന്നും ലേഖ പറയുന്നുണ്ട് കേട്ടോ മഹിയോട്. ഇത് കേൾക്കുന്ന കണ്ണൻ പറയുന്നുണ്ട്, എന്നാലും ഇത്ര നേരവും വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നല്ലോടാ എന്ന് അനന്തിനോടായിട്ട് ചോദിക്കുമ്പോൾ അത് ശരിയാണ്, പക്ഷെ ആ വീർപ്പുമുട്ടലിന്റെ അവസാനം നല്ലൊരു ആശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവനെ ഒഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അനന്തു നേരെ സാഗറിന്റെ നേരെ തിരിഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, മഹാലക്ഷ്മി നിന്നോടാണ് മോശമായിട്ട് പെരുമാറിയത് സംസാരിച്ചത് അല്ലേടാന്ന് ചോദിച്ചുകൊണ്ട് അവന്റെ കരണ കൂറ്റി അടിച്ചു പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സാഗർ നേരെ ചെന്ന് വീഴുന്നത് കണ്ണന്റെ മടിയിലേക്കാണ്. കണ്ണന് ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല, അവന്റെ കരണം അടിച്ചു പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ദേഷ്യത്തിൽ. എന്നിട്ട് ഷർട്ടിന്റെ കോളർ കുത്തിപ്പിടിക്കുകയാണ്. ഇതേ സമയം അനന്തു വന്ന് അവനെ തൂക്കിയെടുത്തിട്ട് നേരെ മഹാലക്ഷ്മിയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. എന്നിട്ട് മതിയാവോളം അടിക്കുകയെന്ന് പറയുമ്പോൾ മഹിയാണെങ്കിൽ തന്റെ ഉള്ളിലുള്ള വെറുപ്പും ദേഷ്യവും പ്രതികാരവും എല്ലാം തീർക്കെ എല്ലാവരും കാണുകെ സാഗറിന്റെ കരണം അടിച്ചു പൊട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. തലങ്ങും വിലങ്ങും സാഗറിന്റെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുന്നുണ്ട് മഹി. ശേഷം നിന്നെ ആരെ ഇതിനു വേണ്ടി നിയോഗിച്ചത്, ആരെ ഈ പണി നിന്നെ കൊണ്ട് ചെയ്യിച്ചതെന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ ആരും ചെയ്യിച്ചതല്ല എന്ന് പറയാണ് കേട്ടോ സാഗർ ചെയ്യുന്നത്. അപ്പോ നീ കമ്പനിയിലെ സ്റ്റാഫായിട്ട് വന്നിട്ട് കമ്പനിയുടെ MDയുടെ ഭാര്യയെ തന്നെ വശത്താക്കിയാൻ നോക്കിയതാണ് അല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് സാഗറിന് കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അനന്തു. സുന്ദരിയായ ഭാര്യയെ കിട്ടിയ ഭർത്താവിന് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് മുതലെടുക്കാൻ നടക്കുന്ന നിന്നെ പോലെയുള്ളവനെ ഒന്നും വെച്ചു വെറുപ്പിക്കാൻ പാടില്ല. നിന്നെ പോലുള്ള ഞരമ്പ് രോഗികൾ ഒരുപാട് ഈ ലോകത്തുണ്ട്. ഭർത്താവ് മരിച്ചുപോയാലോ വിദേശത്താണെങ്കിലോ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നെ പോലുള്ള നട്ടെല്ലില്ലാത്തവന്മാർ കുറെ പേരോ ഇറങ്ങിക്കോളും.
ഭർത്താവിന് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് അന്യപുരുഷന്മാരെ തേടി പോകുന്ന സ്ത്രീകളും കുറവല്ല എന്ന് പറഞ്ഞുകൊണ്ട് സാഗറിന് നേരെ ആഞ്ഞടിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. പക്ഷേ സ്നേഹം എന്ന് പറയുന്നത് ശാരീരികം മാത്രമല്ല മാനസികമാണ് എന്നുകൂടി കരുതുന്ന എന്റെ ഭാര്യയെയും ലേഖയെയും പോലുള്ള കുറെ പെൺകുട്ടികളും ഈ ലോകത്തുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സാഗറിനെ വലിച്ചു കീറാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത്. ഇതേ സമയം ലേഖയാണെങ്കിൽ എന്താടാ നീ നോക്കി നിൽക്കുന്നത്, ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ അവിടെ നിന്നും ആട്ടിയിറക്കാൻ തുടങ്ങുകയാണ്. ശേഷം മഹിയാണെങ്കിലും അവന്റെ ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിച്ചിട്ട് അവനെ അവിടെ നിന്ന് വലിച്ചിഴിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി തള്ളുകയാണ് കേട്ടോ. ഇറങ്ങി പോടാ എന്നും പറഞ്ഞുകൊണ്ട് അവന്റെ നേരെ ശരിക്കും പൊട്ടിത്തെറിക്കുന്നുണ്ട്. സാഗർ ആണെങ്കിൽ പേടിച്ച് വിറിച്ച് അവിടെ നിന്നും ഓടുകയാണ് കേട്ടോ ചെയ്യുന്നത്. സാഗർ ആണെങ്കിൽ ജീവനും കൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതെല്ലാം കണ്ണനും അനന്തവും ലേഖയും അവിടെ വന്ന് നോക്കുന്നുണ്ട്. ശേഷം കണ്ണന്റെ മുന്നിലെത്തിയിട്ട് ഞാൻ പോവാ കണ്ണേട്ട എന്ന് മഹി പറയുമ്പോ എങ്ങോട്ട് എന്ന് കണ്ണൻ ചോദിക്കുമ്പോ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നും നിരപരാധിയാണെന്നും തെളിയിക്കാനായിട്ട് ഇങ്ങനൊരു പരീക്ഷ വേണമായിരുന്നു എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹി ചോദിക്കുകയാണ് കേട്ടോ. കണ്ണേട്ടനെ കുറിച്ചാണ് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും കണ്ണേട്ടനെ സംശയിക്കില്ലായിരുന്നു, ഇങ്ങനെ ഒരു നാടകത്തിന് നിന്നു കൊടുക്കില്ലായിരുന്നു. പക്ഷെ കണ്ണേട്ടൻ ഒരു നിമിഷമെങ്കിലും എന്നെ സംശയിച്ചില്ലേ എന്നുള്ള മഹിയുടെ ചോദ്യത്തിന് മുന്നിൽ വല്ലാതാവാണ് കേട്ടോ കണ്ണൻ. ഇത് കേൾക്കുന്ന ലേഖ ആര് പറഞ്ഞു മഹിയെ കണ്ണേട്ടൻ സംശയിച്ചു എന്ന്, കണ്ണേട്ടൻ അവസാന നിമിഷം വരെ മഹിയുടെ കൂടെ തന്നെയായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ ലേഖ. ശേഷം അമ്പലത്തിൽ പോയ കാര്യങ്ങളും അവിടെ എത്തി ദേവിയുടെ മുന്നിൽ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നതിന്റെ പേരില് ക്ഷമ ചോദിച്ചു എന്നും തന്നെ ഞാൻ ഒരിക്കലും തെറ്റുകാരിയായി കണ്ടിട്ടില്ല എന്നും എല്ലാ സത്യങ്ങളും കണ്ണൻ മഹിയോട് തുറന്നു പറയുന്നുണ്ട്. ശേഷം ഇതേ സമയം അനന്തു പറയുന്നുണ്ട് ഞങ്ങൾക്ക് പക്ഷെ എല്ലാം അറിയണമായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങളാണ് ഇങ്ങനെ ഒരു നാടകം പ്ലാൻ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അനന്തു എല്ലാ കാര്യങ്ങളും തുറന്നു പറയാണ്. അതായത് തന്റെ ഒരു ഡ്രൈവറെ കണ്ണന്റെ കാറിൽ ഒളിക്യാമറ വെക്കാനായിട്ട് നിയോഗിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനന്തു തുറന്നു പറയുന്നുണ്ട് കേട്ടോ. ശേഷം ലേഖയും മഹിയും കൂടിയിട്ട് ഗോൾഡ് ലോക്കറിൽ വെക്കാൻ പോയ തക്കം നോക്കിയിട്ട് അനന്തുവാണെങ്കിൽ ക്യാബിനിലുള്ള ഒരു ചെടിച്ചട്ടിയില് ഒളിക്യാമറ ഒളിപ്പിച്ചു വെക്കുകയാണ്, ഹിഡൻ ക്യാമറ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് അപ്പോ കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഒളിക്യാമറ വെക്കുന്നത്. ശേഷം വീഡിയോസ് എല്ലാം കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് മൊബൈൽ എടുത്ത് അത് ചെക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് ഇന്ന് എനിക്കും എന്റെ ഭാര്യയ്ക്കൊപ്പം എന്റെ എല്ലാമായ കണ്ണനും അറിയാൻ പറ്റും മഹാലക്ഷ്മി ആരാണെന്നും മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ അനന്തു. അങ്ങനെ അനന്തുവിൽ നിന്നും കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ശരിക്കും വല്ലാതാവാണ് കണ്ണൻ. മഹിയാണെങ്കിലും ഈ സത്യങ്ങളെല്ലാം കേട്ട് ഞെട്ടിത്തരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കണ്ണൻ തന്നെ ഒരിക്കലും ഒരു കോമാളിയാക്കാൻ നോക്കിയിട്ടില്ല എന്നും 100% വിശ്വസിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ള തിരിച്ചറിവ് മഹിക്ക് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ മഹി വീണ്ടും കണ്ണന്റെ ജീവിതത്തിലേക്ക് തിരികെ ചെല്ലും എന്നുള്ള കാര്യവും നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിന്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്